വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കാത്തതിൽ കടുത്ത അതൃപ്തിയുമായി ബന്ധുക്കളും മത്സ്യത്തൊഴിലാളികളും രംഗത്ത്. 6 ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ജോണിന്റെ മകൾ ജിജി ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തെരച്ചിൽ കാര്യക്ഷമമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികളെ കൂടി പങ്കാളികളാക്കണമെന്നും വി ശിവൻകുട്ടി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി സ്ക്യൂബ വിദഗ്ധരെ ഇറക്കണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടു. 2 അപകടങ്ങളിലും ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്താൻ കോസ്റ്റൽ പോലീസ് ഏറെ വൈകിയിരുന്നു. ഗോപാൽ ശിലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ. കുടുംബം തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, ഒരു വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. മകൾ കൃത്യമായി കാര്യം വിശദീകരിക്കുന്നതും ജോണിന്റെ മകൾ കാര്യം കൃത്യമായി വിശദീകരിക്കുന്നതും നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇനി എന്താണ് നീക്കം? ഇപ്പോൾ എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത്? തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും 2 ഭാഗത്തും തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഗുരുതരമായ ആരോപണമാണ് 2 പേരുടെയും, അതായത് വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെയും മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും കുടുംബങ്ങൾ ആരോപിക്കുന്നത്. തെരച്ചിൽ ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായി നടന്നില്ല. കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്നതാണ് ഈ കുടുംബങ്ങൾ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. ഇതിൽ വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ട്, അതായത് എന്ത് സംഭവിച്ചു ഇവർക്ക് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരവും ലഭിക്കാത്തൊരു സ്ഥിതി 6 ദിവസം പിന്നിട്ടും ഉണ്ടാകുന്നു എന്നതാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ആദ്യഘട്ടം, അതായത് ഈ അപകടം നടന്ന ഗോൾഡൻ മൊമെന്റ്സ് എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ കാര്യക്ഷമമായ തെരച്ചിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജോണിനെയും അതുപോലെ തന്നെ ഷിജിനെയും കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന ഒരു കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെ മുൻ മന്ത്രി വി ശിവൻകുട്ടി വിഴിഞ്ഞം പുല്ലുവിളയിലുള്ള ജോണിന്റെ വീട്ടിൽ എത്തിയിരുന്നു. ജോണിന്റെ വീട്ടിലെത്തിയപ്പോൾ കുടുംബം തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അദ്ദേഹത്തോട് അറിയിക്കുകയുണ്ടായി. തുടർന്ന് വി ശിവൻകുട്ടി നേരിട്ട് കളക്ടറെ വിളിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും തെരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ള ആവശ്യം കളക്ടറോട് നേരിട്ട് അറിയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസുമാണ് ഈ മേഖലകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബത്തിന്റെ ആവശ്യം, അതായത് ജോണിന്റെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം മത്സ്യത്തൊഴിലാളികളെ കൂടി തെരച്ചിലിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും തെരച്ചിൽ കാര്യക്ഷമമാക്കണം, കൂടുതൽ സമയം തെരച്ചിൽ നടത്തണം അടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. മറുവശത്ത് മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും വിവരം 6 ദിവസമായി തന്നെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. വെള്ളിയാഴ്ചയായിരുന്നു ഷിജിൻ പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ആ ബോട്ടിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ നീന്തിയെത്തുകയും അതുപോലെ തന്നെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ഷിജിന്റെ യാതൊരുവിധ വിവരവും ഇപ്പോഴും ഇല്ല. ആദ്യഘട്ടങ്ങളിൽ ഇതേ ആരോപണം തന്നെയാണ് കുടുംബം ആരോപിക്കുന്നതും. ആദ്യഘട്ടങ്ങളിൽ തെരച്ചിൽ ഒരുപക്ഷെ നന്നായി നടന്നിരുന്നുവെങ്കിൽ ഈ ഷിജിന്റെ വിവരങ്ങൾ എന്തെങ്കിലും തന്നെ ലഭിക്കുമായിരുന്നു എന്ന് കുടുംബവും പങ്കുവയ്ക്കുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്കുള്ള തെരച്ചിൽ വ്യാപിപ്പിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ഷിജിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിലായി നടന്ന 2 അപകടങ്ങളിൽ 2 മത്സ്യത്തൊഴിലാളികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാകുന്നു എന്നതാണ് സർക്കാർ സംവിധാനങ്ങളും പോലീസും അടക്കം വ്യക്തമാക്കുന്നത്. മറുവശത്ത് കുടുംബം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. ഓക്കെ, എന്തായാലും തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ വരുന്ന വീഴ്ച അതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. കടുത്ത അതൃപ്തിയാണ് ബന്ധുക്കൾക്കും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത്. അതാണ് ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.